വേദിയിലുള്ള ആരാധനായിട്ടുള്ള മെട്രോ ശ്രീധരൻ സാർ, പാർട്ടിയുടെ ആദരണീയരായിട്ടുള്ള NDAയുടെ നേതാക്കൾ ഉൾപ്പെടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ മുഴുവൻ സഹപ്രവർത്തകർ, ആദരണീയരായിട്ടുള്ള നേതാക്കന്മാർ വേദിയിലുണ്ട്. നമ്മളേവരും എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്, അതിൻ്റെ കാരണക്കാരനായിട്ടുള്ള പാലക്കാട് നിയോജക മണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട ശ്രീ കൃഷ്ണകുമാർ, വേദിയിലും സദസ്സിലുമുള്ള സ്നേഹനിധികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. നേരത്തെ പ്രസംഗത്തിൽ പലരും സൂചിപ്പിച്ചു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട സതീശന്റെ സ്ഥാനാർത്ഥിക്ക് എതിരെ മറുഭാഗത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഈ നിമിഷം വരെ സോണിയ മാഡത്തിനെതിരായിട്ടോ പ്രിയങ്ക മാഡത്തിനെതിരായിട്ടോ കോൺഗ്രസിലെ ശ്രീമാൻ രമേശ് ചെന്നിത്തലയ്ക്കെതിരെയോ സരിന്റെ സ്ഥാനാർത്ഥിത്വം ഇല്ലായ്മ ചെയ്ത സ്ക്രീനിംഗ് കമ്മിറ്റിയിലെ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെയോ സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരുടെ സ്ഥാനാർത്ഥിയെയാണ് പിണറായി വിജയൻ താങ്ങിയിരിക്കുന്നത് എന്നതല്ലേ ഈ തെരഞ്ഞെടുപ്പിലെ ചോദ്യം? ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഒരാൾ മത്സരിക്കുകയാണ്. മറുഭാഗത്ത് LDFന്റെ സ്ഥാനാർത്ഥിക്ക് സ്വന്തം പാർട്ടി ചിഹ്നം പോലും കൊടുക്കാൻ സാധിക്കാതെ ആ ഒറ്റ ദിവസം കൊണ്ട് മറുപക്ഷത്തേക്ക് മാറിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞ് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി അഹങ്കാരത്തോടു കൂടി പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഞങ്ങളുടെ ഒരു MLA ആ അക്കൗണ്ട് പൂട്ടിച്ചു ഞങ്ങൾ എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ രണ്ട് സ്ഥാനാർത്ഥികളും UDFും LDFും നിങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ പറയുന്നത് നിങ്ങൾ വർഗീയവാദികൾക്കെതിരെ മതേതരത്വത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത് എന്നാണ്. മതേതരത്വത്തിന് വേണ്ടി മത്സരിക്കുന്നു, വർഗീയതക്കെതിരെ മത്സരിക്കുന്നുവെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഒരു ചെറിയ ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മതഭീകരവാദികളുടെയും വർഗീയവാദികളുടെയും അപ്പോസ്തലനായിട്ടുള്ള ഒരാളെ മലപ്പുറം ജില്ലയിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് കൊണ്ടുവന്ന് സിമിയുടെ നേതാവിനെ കൊണ്ടുവന്ന് ആ സിമിയുടെ നേതാവിന് ടിക്കറ്റ് കൊടുത്ത് മന്ത്രിയാക്കിയ കേരളത്തിലാണോ നിങ്ങൾ മതേതരത്വത്തെ കുറിച്ച് സംസാരിക്കുന്നത്? ഉത്തരം പറയണം പിണറായി വിജയന്റെ പാർട്ടിക്കാർ. 2014 ഹുസൈൻ രണ്ടത്താണി എന്ന് പറയുന്ന ഒരു ലീഡർ, ആ ഹുസൈൻ രണ്ടത്താണി മദനിയുടെ ആളായിട്ട് പൊന്നാനി മത്സരിക്കുമ്പോ, മദനി സ്റ്റേജിലേക്ക് കയറി വരുമ്പോ പിണറായി വിജയൻ മദനിയുടെ മുന്നിൽ തലകുനിച്ചും നമിച്ചു നിൽക്കുന്ന ചിത്രം ഞാനും നിങ്ങളും മറന്നിട്ടില്ല. ഏത് മതേതരത്വത്തെ കുറിച്ചാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ഈ പാലക്കാട് സംസാരിക്കുന്നത്? നിങ്ങൾ SDPയുടെ കൂടെയായിരുന്നു, നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന്റെ കൂടെയായിരുന്നു, നിങ്ങൾ കേരളത്തിൽ ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന ശ്രീമാൻ മുരളീധരൻ ഉൾപ്പെടെ ശ്രീ സുരേന്ദ്രൻ ഉൾപ്പെടെ കൃഷ്ണകുമാർ ഉൾപ്പെടെ 7 പേരെ കേരളത്തിന്റെ നിയമസഭയുടെ പുറത്ത് നിങ്ങൾ നിർത്തിയത് നിങ്ങൾ UDFും LDFും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചിട്ടാണ്. BJPയുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവർക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല. ഞങ്ങൾ പുറത്തിരുന്നു, ഒരു തവണയല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് 7 പേർ, അതിനു മുൻപ് 5 വർഷം മുമ്പ് വീണ്ടും 7 പേർ, ഞങ്ങൾ 2ാം സ്ഥാനത്തിരുന്നു. നിങ്ങൾ എന്താണ് വിചാരിച്ചത്? പാലക്കാട് നിങ്ങൾ പറയുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി, നിങ്ങൾ പറയുന്നു വർഗീയതയെ കുറിച്ചെങ്കിൽ ആ മാർക്സിസ്റ്റ് പാർട്ടിയോട് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്കതൊരു വാക്ക് പോലും ഉച്ചരിക്കാനുള്ള അവകാശമില്ല കേരളത്തിന്റെ മണ്ണിൽ. കാരണം UDFന്റെ സ്ഥാനാർത്ഥിയോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും അനുജന് ചേച്ചിയോടുള്ള സ്നേഹം മനസ്സിലായി, വളരെ സന്തോഷം. ശോഭാ സുരേന്ദ്രനോട് ഇത്രയധികം സ്നേഹം UDFന്റെ സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്നു എന്നറിഞ്ഞതിൽ നമോവാകം. പക്ഷേ
പിണറായി വിജയന്റെ യാത്രയെ ചോദ്യം ചെയ്യാൻ കേരളത്തിന്റെ തെരുവീതിയില് കരിങ്കൊടിയുമായി ഇറങ്ങിയിട്ടുള്ള മഹിളാ കോൺഗ്രസിന്റെ സ്ത്രീകൾ തലപൊട്ടി നിവർന്നു നിൽക്കാനും നടക്കാനും സാധിക്കാതെ ഈ കേരളത്തിൽ അവർ ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോ അവരെ ഒന്ന് പോയി കണ്ട് ആശ്വസിപ്പിച്ച് ഈ പിണറായി വിജയന്റെ ഭരണം കേരളത്തിൽ വേണ്ട എന്ന് തീരുമാനിക്കാൻ സാധിക്കാത്ത, അവർക്ക് ബോൺവിറ്റ കലക്കി കൊടുക്കുന്ന VD സതീശന്റെ പാർട്ടിയിലായി പോയല്ലോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ. തന്റെ സ്ഥാനാരോഹണമെന്നാണ് ഞാൻ ഈ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട UDFന്റെ സ്ഥാനാർത്ഥിയോട് പറയാൻ പോകുന്നത്. നിങ്ങൾ എന്താ കരുതിയത്? ഇവിടത്തെ UDF എന്ന് പറഞ്ഞാൽ നിങ്ങൾ UDF ഈ കേരളത്തിൽ നിങ്ങൾ ഇടതുപക്ഷം ചെയ്ത അതേ പദ്ധതികളല്ലേ നിങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ ചെയ്തിട്ടുള്ളത്? പാണക്കാട് വെള്ളിത്താലത്തിൽ വെച്ചുകൊണ്ട് മന്ത്രിമാരെ തരുമെന്ന് സീതി ഹാജി കേരളത്തിന്റെ ചരിത്രത്തിൽ വെല്ലുവിളിച്ചപ്പോ ആ സീതി ഹാജി പറഞ്ഞതുപോലെ പാണക്കാട്ടെ തങ്ങളുടെ വീട്ടിൽ വെള്ളിത്തളികയിൽ അവരാഗ്രഹിക്കുന്ന ആളുകളെ മന്ത്രിസ്ഥാനത്തേക്ക് കൊടുത്ത് മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ എന്ന് UDFന്റെ നേതാക്കന്മാർ ഈ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും ഇവിടുത്തെ പൊതുസമൂഹത്തിനും നിങ്ങൾ മറുപടി പറയണം. നിങ്ങളല്ലേ പറഞ്ഞത് എന്താണ്? 5ാമത്തെ മന്ത്രിയെ കിട്ടിയില്ലെങ്കിൽ മുഖ്യമന്ത്രി കസേരയിൽ കോൺഗ്രസിന്റെ നേതാവ് ഇരിക്കില്ല എന്ന് തീരുമാനിച്ച ആ പാണക്കാട്ടെ തങ്ങളും ഇന്ന് കേരളത്തിൽ കാണുകയല്ലേ? 5ാമത്തെ മന്ത്രിയെ കൊടുത്തില്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ കേരളത്തിൽ മതേതരത്വം സംരക്ഷിച്ചത്? മലപ്പുറം ജില്ലയിലെ കൂമൻകൊല്ലി പാലത്തിനടിയിൽ നിന്ന് പൈപ്പ് ബോംബ് കണ്ടെടുത്തപ്പോ 1991 അന്നത്തെ മലപ്പുറത്തെ SP ആയിരുന്ന അരുൺകുമാർ സിൻഹ അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കേരളത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് വെച്ചതിന് ശേഷം ഇടതുപക്ഷവും വലതുപക്ഷവും ഈ കേരളത്തിൽ നിങ്ങൾ എല്ലാവരും മാറി മാറി ഭരിച്ചതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും തീവ്രവാദത്തിനെതിരെ ഒരു കടുകുമണിക്കുള്ള സമീപനം നിങ്ങൾ സ്വീകരിച്ചോ? ഇല്ല. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും നിങ്ങൾ ഒന്നാണ്, നിങ്ങൾ ഒരുമിച്ചാണ്. നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായി നമ്മൾ മുന്നേറിയപ്പോ പ്രിയപ്പെട്ടവരെ എല്ലാ മത തീവ്രവാദികളെയും കൂട്ടുപിടിച്ചു. നമ്മുടെ ഇടതുപക്ഷത്തുണ്ടായിരുന്ന മന്ത്രിയായിരുന്ന നമ്മുടെ ജലീല് ഒരു പ്രത്യേക തരത്തിലെ സ്വർണ്ണക്കടത്തിന് നേതൃത്വം കൊടുത്ത് ഈന്തപ്പഴത്തിന്റെ കുരു അടർത്തി മാറ്റി സ്വർണ്ണക്കുരു അതിനകത്ത് ഫിറ്റ് ചെയ്ത് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കച്ചവടം നടത്തിയപ്പോ അതിനെതിരെ പ്രതികരിക്കാനല്ല പാലക്കാടിലെ UDF സ്ഥാനാർത്ഥി പറയുന്നത്. പിണറായി വിജയന്റെ മകന്റെയോ മകളുടെയോ അഴിമതിയെ കുറിച്ച്, ആ അഴിമതി കേരളത്തിന്റെ നിയമസഭയിൽ ഇനി നടത്താൻ ഞാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ എന്തേ ഇവിടുത്തെ UDFന്റെ സ്ഥാനാർത്ഥി സംസാരിക്കാത്തത്? കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് കടന്നു ചെന്നുകൊണ്ട് എന്താ സംസാരിക്കേണ്ടത്? കള്ളക്കടത്തില്ലാത്ത കേരളം, മയക്കുമരുന്നില്ലാത്ത കേരളം, ലഹരിയുടെ ആധിപത്യത്തിൽപ്പെടാത്ത ചെറുപ്പക്കാരെ സൃഷ്ടിക്കാനുള്ള കേരളം, മാതൃത്വത്തിന്റെ വിങ്ങലുമായി അമ്മമാർ ജീവിക്കുമ്പോൾ അമ്മമാരെയും പെൺകുട്ടികളെയും സംരക്ഷിക്കാനുള്ള കേരളം. അതല്ലേ ഇവിടെ UDF ചർച്ച ചെയ്യേണ്ടത്? പിണറായി വിജയന്റെ അഴിമതികൾ ചർച്ച ചെയ്യണ്ടേ? ഈ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്തേക്ക് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ വ്യാജ മതേതരത്വത്തിന്റെ, ഇടതുപക്ഷക്കാരന്റെയും വലതുപക്ഷക്കാരന്റെയും വ്യാജ മതേതരത്വത്തിന്റെ കട ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പൂട്ടിക്കുമെന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രഖ്യാപനം. ആ കട നിങ്ങളെ ഞങ്ങൾ ചേലക്കരയിലും പൂട്ടിക്കും, ഞങ്ങൾ പാലക്കാടും പൂട്ടിക്കും. കാരണം എന്താണെന്ന് അറിയുമോ? 3ാം സ്ഥാനക്കാരനായിട്ടുള്ള ശ്രീമാൻ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരില് 7 അസംബ്ലി മണ്ഡലങ്ങളിൽ മുന്നോട്ട് വന്ന 1ാം സ്ഥാനക്കാരനായി ജയിച്ച് പൊൻതാമരയും പിടിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ സവിധത്തിലേക്ക് നടന്നു നീങ്ങാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അതിനവിടുത്തെ ക്രിസ്ത്യാനിയും മുസൽമാനും ഹിന്ദുവും ഒരുമിച്ച് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വ്യാജ മതേതരത്വത്തിന്റെ കട ഞങ്ങൾ പൂട്ടിയിട്ട് ഞങ്ങൾ ഇവിടെ സമഭാവനയുടെ ഭാവാത്മക മതേതരത്വത്തിന്റെ ഒരു കട അത് ഞങ്ങൾ പാലക്കാട്ടും ചേലക്കരയിലും തുറക്കും. നിയമസഭയ്ക്കകത്ത് നിങ്ങൾ ഞങ്ങളുടെ അക്കൗണ്ട് പൂട്ടിച്ചതിന് നിങ്ങളോടുള്ള മറുപടി ഞങ്ങൾ 2 പേർ അകത്തു പോകും. ശ്രീമാൻ കൃഷ്ണകുമാറിനെ അകത്തേക്ക് പറഞ്ഞയക്കുന്നത് ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ 25ഓളം വരുന്ന MLA-മാര് പടപ്പുറപ്പാടുമായിട്ട് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ ഈ കേരളത്തിൽ കാത്തു നിൽക്കുകയാണ്.
അത് ഈ നാടിന് വേണ്ടിയിട്ടാണ്, ഈ സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ അൻവർ എന്ന് പറയുന്ന MLA പറഞ്ഞതുപോലെ സിയാറ ലിയോണയില് 20,000 കോടി രൂപ കമ്മ്യൂണിസ്റ്റ് ചൈനയിലെ ബോർഡ് മെമ്പർ, അവരുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ഉൾപ്പെടെയുള്ളവർ കൊണ്ടുപോയിട്ടു എന്ന് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളല്ല കേരളത്തിലെ ജനങ്ങൾ. അതിൽ പിണറായി വിജയന്റെ പൈസയുണ്ട്. അതിൽ അൻവറിന്റെ 4,000 കോടി കഴിഞ്ഞാൽ ബാക്കി ആരുടെ പണമാണ് എന്ന് തീരുമാനിക്കാൻ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് നാട്ടെല്ലാം നിവർത്തി നിന്നുകൊണ്ട് ഒരു പട, അതൊരു വൻ പടപുറപ്പാടായിരിക്കും വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ. അതിന്റെ മുന്നോടിയായിട്ടാണ് സെമി ഫൈനൽ. അത് പാലക്കാടും ചേലക്കരയിലും നടക്കുന്നതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ അനുഗ്രഹിക്കണമെന്ന് ആവശ്യപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. ഒരുപാട് മാധ്യമ സുഹൃത്തുക്കളോട് എനിക്ക് നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. ഇന്ന് ഞാൻ വരുന്ന സമയത്ത് ഒരു മാധ്യമം പറഞ്ഞത് ശോഭ ഇടഞ്ഞു. ഇടഞ്ഞ ശോഭയെ അനുനയിപ്പിച്ചു കേന്ദ്ര നേതൃത്വം. ആ ഇടഞ്ഞ ശോഭയെ അനുനയിപ്പിച്ചത് കൊണ്ട് ഞാൻ ഈ പരിപാടിയിലേക്ക് വരുന്നു എന്നാണ്. ഞാൻ ഒരിക്കലും ഇടയാത്ത ഒരു നേതാവാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ. എനിക്ക് നല്ല ജനാധിപത്യ ബോധമുള്ള പാർട്ടിയാണ് എൻ്റെ പാർട്ടി. 2014 പാലക്കാട് ഞാൻ മത്സരിച്ചു, എൻ്റെ ആദ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ഒരിരട്ടി വോട്ട് പാലക്കാടിലെ ജനങ്ങൾ അധികം നൽകി. അത് കഴിഞ്ഞു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് വന്നു. അത് കഴിഞ്ഞ് മെട്രോ ശ്രീധരൻ സാറെ മത്സരിക്കാൻ ആലോചിക്കുന്നതിന് മുൻപ് ഞാനാണ് വിളിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങ് പാലക്കാട് വരണം, പാലക്കാട് മത്സരിക്കണം, പാലക്കാടിലെ ജനങ്ങൾ പാവങ്ങളാണ്, സ്നേഹമുള്ളവരാണ് എന്ന് പറഞ്ഞു. അതിനർത്ഥം മറ്റു പ്രദേശത്തുള്ളവർ സ്നേഹമുള്ളവരല്ല എന്നല്ല. അതിനി നാളെ എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ വാർത്തയാക്കരുത്. അങ്ങനെ സാറ് വന്നു. ഇവിടെ സാറിനെ ഇതുപോലെ തന്നെ മെട്രോ ശ്രീധരൻ സാർ കേരള നിയമസഭയ്ക്കകത്തുണ്ടായിരുന്നുവെങ്കിൽ അവിടെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ സത്യത്തിന്റെ പക്ഷത്തു നിന്ന പഞ്ചപാണ്ഡവന്മാരുടെ കൂടെയുള്ള ധർമ്മപുത്രരെ പോലെ ഈ കേരളത്തെ സംരക്ഷിക്കുമായിരുന്നില്ല. ചതിച്ചില്ല നിങ്ങൾ 2 കൂട്ടരും ഒരുമിച്ച് ചേർന്ന് ചതിച്ചിട്ടാണ് മെട്രോ ശ്രീധരൻ സാറിനെ പരാജയപ്പെടുത്തിയത്. കേരളത്തില് എങ്ങനെയായിരിക്കണം ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കേണ്ടത് എന്ന് പറയാൻ അറിവ് പകർന്നു തരാൻ കഴിവും പ്രാപ്തിയുമുള്ള ഈ മനുഷ്യനെ പോലും കേരളത്തിന്റെ മണ്ണിൽ നിങ്ങൾ തോൽപ്പിച്ചു കളഞ്ഞു. അതിനു മുൻപ് മത്സരിച്ച ഞാനാണ്. എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾക്ക് കട്ടൻ ചായയും അതുപോലെ തന്നെ കായ വറുത്തതും തന്നിട്ടാണല്ലോ ഞാൻ 2014 കഴിഞ്ഞ് പാലക്കാടില് കൃഷ്ണകുമാർ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചപ്പോ കൃഷ്ണകുമാറിന് അഭിവാദ്യം പറഞ്ഞുകൊണ്ടാണ് ആറ്റിങ്ങലിലേക്ക് ഞാൻ പോയത്. 90,000 വോട്ട് എൻ്റെ പ്രവർത്തകരും ഞാനും ചേർന്ന് 2.5 ലക്ഷം വോട്ടാക്കിയിട്ടാണ് അവിടെ നിന്ന് തിരിച്ചു വന്നത്. പാലക്കാട് സ്വപ്നം കണ്ട്, പാലക്കാട് മാത്രം ഒരു സീറ്റ് സ്വപ്നം കണ്ടിരിക്കുന്ന ആളല്ല ഞാൻ. എൻ്റെ സ്വപ്നം ഡബിൾ എഞ്ചിൻ സർക്കാർ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവി. ആ മുഖ്യമന്ത്രി പദവിയിലേക്ക് ഞങ്ങൾ ഈ കേരളം സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന, കേരളത്തില് വലതുപക്ഷത്തിനും ഇടതുപക്ഷത്തിനുമെതിരെ തന്റെ ഇടത്തോടെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭാവാത്മക മതേതരത്വത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു ഗവൺമെന്റിനെ സൃഷ്ടിച്ചുകൊണ്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന, അമിത്ഷാ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന് വേണ്ടി വർഷങ്ങളോളം പ്രവർത്തിച്ച് പ്രസംഗിച്ച് മുന്നോട്ട് പോയിക്കൊണ്ട് നമ്മളെയെല്ലാം നയിക്കുന്ന തീവ്രവാദികൾ, NIA-കാരൻ, പോലീസ് അറിയാതെ, പിണറായി വിജയന്റെ പോലീസ് അറിയാതെ ആളുകളെ വന്ന് തീവ്രവാദികളെ ഇവിടെ നിന്ന് പറക്കിയെടുത്ത് കൊണ്ടുപോകാൻ ഓർഡർ കൊടുക്കുന്ന അമിത്ഷാ ഉൾപ്പെടെയുള്ളവരെ കരുപ്പിടിപ്പിച്ച ഈ പാർട്ടി ഉണ്ടല്ലോ, ഈ പാർട്ടിയെ പരാജയപ്പെടുത്താനല്ല BJP-യുടെ ദൗത്യം, ഈ പാർട്ടിയെ വിജയിപ്പിക്കാനാണ് ദൗത്യം. എന്നെ കൂടുതൽ കൂടുതൽ സ്നേഹിച്ച് എന്നെ അപമാനിക്കരുത് എന്നാണ് എനിക്ക് എൻ്റെ എല്ലാ മാധ്യമ പ്രവർത്തകരെയും അല്ല, 1-2 മാധ്യമങ്ങളോടുള്ള അപേക്ഷ. എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, പാർട്ടി പറഞ്ഞ സ്ഥലത്തെല്ലാം മത്സരിച്ചിട്ടുണ്ട്. ശ്രീ V. മുരളീധരൻ ജി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കെ ഞാൻ എൻ്റെ സംഘടനാ പ്രവർത്തനം, സംഘത്തിന്റെയും പരിവാർ സംഘടനകളുടെയും പ്രവർത്തനം നടത്തിയ തൃശ്ശൂർ ജില്ലയിൽ നിന്ന്, കോഴിക്കോട് നിന്ന് ശ്രീശം മാഷ് വന്ന് തൃശ്ശൂരിൽ മത്സരിക്കട്ടെ എന്ന് പാർട്ടി തീരുമാനിച്ചു. അദ്ദേഹം അവിടെ മത്സരിച്ചു. എന്നോട് ശ്രീമാൻ മുരളീധരൻ പറഞ്ഞു, പാലക്കാടാണ് ശോഭ പോകേണ്ടത്. ഞാൻ പെട്ടിയും കിടക്കയും പാക്ക് ചെയ്ത് ഞാൻ പാലക്കാട്ടേക്ക് വന്നു. ഇപ്പൊ നോക്കൂ എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളും എൻ്റെ വീടായി മാറി. എൻ്റെ സഹപ്രവർത്തകർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്.
എന്റെ ഈ പ്രദേശത്ത് എത്തിച്ചേർന്നിട്ടുള്ള BJP-യുടെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെയും ഓരോ പ്രവർത്തകന്മാരും നമ്മൾ ഹൃദയത്തിലെടുക്കുന്ന പ്രതിജ്ഞ എന്നുള്ളത്, നമ്മൾ ഈ സെമി ഫൈനലിൽ നമുക്ക് വിജയിക്കണം. 3-ാം സ്ഥാനത്തുള്ള സുരേഷ് ഗോപിയെ പോലെ 2-ാം സ്ഥാനത്തുള്ള പാലക്കാടിനെ വിജയത്തിന്റെ ഉന്നത സൗധത്തിലേക്ക് എത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട്, അതിനുള്ള കഠിന പ്രയത്നങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കേട്ടതിനും കണ്ടതിനും സ്വീകരിച്ചതിനും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ശ്രീമാൻ കൃഷ്ണകുമാറിനെ കണ്ണും കാതും തുറന്നു വെച്ചുകൊണ്ട് നിങ്ങൾ കാത്തു സംരക്ഷിച്ചത്, ഇവിടെ നിന്നൊരു കുഞ്ഞി താമരപ്പൂവിനെ വിജയിപ്പിച്ചെടുത്തുകൊണ്ട് കേരളത്തിന്റെ അസംബ്ലിയിലേക്ക് പറഞ്ഞേക്കണമെന്നും പുറത്ത് നമ്മളെല്ലാം കാവൽക്കാരായി ഉണ്ടാകുമെന്നും മാത്രം സൂചന നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം. ഉപതെരഞ്ഞെടുപ്പ് വന്നു. എന്താ ഇവിടുത്തെ ചർച്ചാ വിഷയം? ഈ പാലക്കാട്ടെ ജനങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും വിഷയം ഈ മുന്നണികളിൽ പെടുന്ന ആളുകൾ, ഇന്ത്യ സഖ്യത്തിലെ സഖ്യകക്ഷികൾ, ഇവരാരെങ്കിലും ചർച്ചയാക്കുന്നുണ്ടോ? കേരളത്തിൻ്റെ നെല്ലറയാണ് പാലക്കാട്. പാലക്കാട്ട് നെൽകർഷകർ നേരിടുന്ന ദുരിതങ്ങൾ ഇവരുടെ ഈ പ്രചരണത്തിൽ എപ്പോഴെങ്കിലും ചർച്ചയായിട്ടുണ്ടോ? കൊയ്ത്ത് കഴിഞ്ഞ് 45 ദിവസമായിട്ടും സംഭരിക്കാതെ കെട്ടിക്കിടക്കുന്ന നെല്ലിനെ കുറിച്ച്, കർഷകരുടെ കണ്ണീരിനെ കുറിച്ച്, അതിനെക്കുറിച്ച് എന്തെങ്കിലും ചർച്ചയുണ്ടോ? ഒരു മഴ പെയ്താൽ പാലക്കാട് വെള്ളത്തിലാകുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന ഒരു മുനിസിപ്പൽ കൗൺസിൽ, ആ മുനിസിപ്പൽ കൗൺസിൽ ഉള്ളത് കൊണ്ട് ആ മുനിസിപ്പൽ കൗൺസിലിനെ താറടിച്ച് കാണിക്കാൻ വേണ്ടി രാഷ്ട്രീയ വിരോധം മൂലം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ സ്വന്തം നാടായിട്ട് പോലും സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ പരിഹാരം കണ്ടെത്താൻ എന്തെങ്കിലും ഒരു ചെറുവിരലെങ്കിലും അനക്കുന്നുണ്ടോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പാലക്കാടിനു വേണ്ടി നൽകിയിട്ടുള്ള സംഭാവനകൾ, അമൃത് 1-ൽ 220 കോടി രൂപയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാടിന് വേണ്ടി അനുവദിച്ചത്. അമൃത് 2-ൽ 76 കോടി രൂപ, അമൃത് 3-ൽ 20 കോടി രൂപ, അങ്ങനെ 300-ലധികം കോടി രൂപ നരേന്ദ്രമോദി പാലക്കാടിന് വേണ്ടി അനുവദിച്ചപ്പോൾ കേരളത്തിലെ സർക്കാർ പാലക്കാട് നഗരസഭയ്ക്ക് സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഫണ്ടിൽ ഏതാണ്ട് 40 കോടി രൂപ വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്തത്. മാർക്സിസ്റ്റ് പാർട്ടിയും CPM-ഉം, മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഈ കാര്യത്തെക്കുറിച്ച് എന്ത് അഭിപ്രായം പറയുന്നു? എന്താ അവരുടെ നിലപാട്? കേരളത്തിലെ പാലക്കാട്ട് ജനങ്ങളുടെ, ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഈ പ്രശ്നങ്ങളിൽ എന്തുകൊണ്ട് 40 കോടി രൂപ കേരള സർക്കാർ വെട്ടിക്കുറച്ചു എന്നുള്ളത്, കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടയിൽ വെട്ടിക്കുറച്ചു എന്നുള്ളതിന് എന്തെങ്കിലും ന്യായീകരണം, ആ ന്യായീകരണം CPM-ന് പറയാനുണ്ടോ? കോൺഗ്രസുകാർക്ക് ആ കാര്യത്തിൽ അവരുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് അവർ വ്യക്തമാക്കണം. പക്ഷെ ഇതൊന്നും ഇവിടെ ചർച്ചാ വിഷയമാക്കാൻ ഇന്ത്യ സഖ്യത്തിലുള്ള ആളുകൾക്ക് താല്പര്യമില്ല. ഇവിടെ ഇപ്പോഴും സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള, സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചുള്ള ചർച്ചകളിലും തർക്കങ്ങളിലുമാണ് കോൺഗ്രസും CPM-ഉം. ഒരുപക്ഷെ കോൺഗ്രസിന് പാലക്കാട് കൊള്ളാവുന്ന ആരെയും സ്ഥാനാർത്ഥിയാക്കാൻ പറ്റാതിരിക്കുന്നത് കൊണ്ടായിരിക്കും പത്തനംതിട്ടയിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ ഇറക്കുമതി ചെയ്തു. കോൺഗ്രസിന് പാലക്കാട് ആരുമില്ല, അതുകൊണ്ട് പത്തനംതിട്ടയിൽ നിന്ന് ഒരാളെ ഇറക്കുമതി ചെയ്തു. അപ്പോഴാണ് VD സതീശന് മനസ്സിലായത് CPM-നും മത്സരിക്കാൻ ആരുമില്ല, അതുകൊണ്ട് കോൺഗ്രസ് ഒരാളെ കടം കൊടുത്തു. അതാണ് ഇപ്പൊ പാലക്കാട് നടക്കുന്നത്. കോൺഗ്രസിന്റെ 2 സ്ഥാനാർത്ഥികൾ, ഒരാൾ ഔദ്യോഗിക സ്ഥാനാർത്ഥി, ഒരാൾ CPM-ന് കടം കൊടുത്ത സ്ഥാനാർത്ഥി. അങ്ങനെയുള്ള 2 കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ, അവരാണ് BJP-ക്കെതിരായിട്ട് മത്സരിക്കുന്നത്. BJP-യെ തോൽപ്പിക്കാനാണ് ഞങ്ങളുടെ പോരാട്ടം എന്നാണ് ഇവർ രണ്ടുപേരും പറയുന്നത്. ഈ പറച്ചിൽ കേൾക്കുമ്പോൾ എനിക്ക് ശരിയാണ് വരുന്നത്. കാരണം BJP-യെ നേരിടാൻ പാലക്കാട് നിന്ന് ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ കണ്ടെത്താൻ കഴിയാത്ത ആളുകളാണ് പറയുന്നത് ഞങ്ങൾ BJP-ക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. നിങ്ങളുടെ കയ്യിൽ മത്സരിപ്പിക്കാൻ ഒരാളില്ലാത്ത നിങ്ങൾ
പത്തനംതിട്ടയിൽ നിന്ന് തീവണ്ടിയിൽ ഒരാളെ കൊണ്ടുവന്നിറക്കിയിട്ട് ഞങ്ങൾ BJPക്കെതിരായിട്ട് പോരാട്ടം നടത്തുകയാണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക്, ഈ പാലക്കാട്ടെ ജനങ്ങൾക്ക് അത് തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. കോൺഗ്രസ്സുകാര് പരസ്പരം കത്തുകൊണ്ടുള്ള ചെളിവാരൽ അത് തുടരുകയാണ്. ഈ ചെളിവാരൽ ഒരർത്ഥത്തിൽ നമുക്ക് കാര്യങ്ങൾ ഗുണകരമാക്കും. ഹരിയാനയിൽ ഇത് തന്നെയായിരുന്നു. ഹരിയാനയിലെ തമ്മിലടി, ആ തമ്മിലടി അവസാനം എങ്ങനെ എത്തി, അവിടുത്തെ ഫലം എങ്ങനെയാക്കി എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടു. BJPക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. പക്ഷേ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ ആളില്ല, പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ ധൈര്യമുള്ള ഒരാളില്ല എന്നുള്ളതാണ് CPMന്റെ സ്ഥിതി. അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണകുമാറിന്റെ വിജയം, ദേശീയ ജനാധിപത്യത്തിന്റെ സഖ്യത്തിന്റെ വിജയം പകുതി ഉറപ്പാക്കി കഴിഞ്ഞു, ഈ സ്ഥാനാർത്ഥി നിർണയം തന്നെ. പക്ഷേ അതേ സമയത്ത് നമ്മൾ ജാഗ്രത കൂടി പാലിക്കേണ്ടതുണ്ട്. ഇവിടെ ഉദ്ഘാടനം ചെയ്ത ശ്രീധരൻ സാറിന്റെ സ്ഥിതി നമുക്കറിയാം. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ പാലക്കാട്ടെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചു അദ്ദേഹം പാലക്കാടിനെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തും. അങ്ങനെ നിയമസഭയിലെത്തിയാൽ പാലക്കാടിന് മാത്രമല്ല കേരളത്തിന് മുഴുവൻ തന്നെ പ്രയോജനപ്പെടും. ഈ ശ്രീധരൻ സാറിനെ പോലെയുള്ള ഒരാൾ കേരളത്തിന്റെ നിയമസഭയിലുണ്ടായാൽ അദ്ദേഹം പാലക്കാടിന്റെ മാത്രം പ്രതിനിധിയായിരിക്കില്ല, കേരളത്തിന്റെ മുഴുവൻ വികസനം, ആ വികസനം ഉറപ്പുവരുത്താൻ കഴിയുന്ന ആളൊരാളായിരുന്നു. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവർ രണ്ടു കൂട്ടരും അവർ തമ്മിൽ നടത്തിയൊരു ഡീൽ അതിപ്പോ പുറത്തു വന്നു. ഞങ്ങളുടെ വോട്ട് മറിച്ചത് കൊണ്ടാണ് കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് എന്ന് ഇപ്പോ CPMന്റെ നേതാക്കന്മാർ പറയുകയാണ്. ഇത് ഈ ശ്രീധരൻ സാറിന് നേരിട്ടത് ആദ്യത്തെ അനുഭവമല്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവായിരുന്ന KG മാരാർജി തൊട്ട് ഏറ്റവും ഒടുവിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കെ സുരേന്ദ്രൻ വരെയുള്ള ആളുകൾ, അവർക്കെല്ലാവർക്കും ഇതേപോലെ ഇന്ത്യ സഖ്യത്തിന്റെ ഈ ഡീലിന്റെ ഫലമായിട്ട്, വോട്ട് മറിക്കലിന്റെ ഫലമായിട്ട് പരാജയം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് പാലക്കാട് ജനങ്ങൾ ഇനിയും വഞ്ചിക്കപ്പെടരുത്. കഴിഞ്ഞ തവണ ഈ വഞ്ചനയുടെ ഫലം, ആ ഫലം അനുഭവിക്കുന്നവരാണ് ഇന്ന് പാലക്കാട്ട് ജനങ്ങൾ. ഇനിയും ഒരിക്കൽ ഈ വഞ്ചനയ്ക്ക് അതിന് പാലക്കാട്ട് ജനങ്ങൾ സന്നദ്ധരാകരുത്, പാലക്കാട്ട് ജനങ്ങൾ അതിന് വഴങ്ങിക്കൊടുക്കരുത്. ഈ ഇന്ത്യ സഖ്യം വാളയാറ് കഴിഞ്ഞാൽ അവർ പരസ്യമാണ്. വാളയാറിനിപ്പുറത്ത് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള സത്യമാണ്. പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു, ഞങ്ങളുടേത് സഹകരണാത്മക പ്രതിപക്ഷമാണ്. ഞങ്ങൾ ഈ സർക്കാരിനെ എതിർത്ത് സർക്കാരിന്റെ കൊള്ളരുതായ്മകൾ അത് മുഴുവൻ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമല്ല ഞങ്ങൾ നടത്തുക. ഞങ്ങൾ സഹകരിച്ചു കൊണ്ടുള്ള എതിർപ്പ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കേരളത്തിൽ ശ്രീമാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അധോലോക മാഫിയ ഭരണത്തിന് കുടലൂത്ത് നടത്തുന്ന ആളുകളായിട്ട് മാറിയിരിക്കുകയാണ് VD സതീശൻ നയിക്കുന്ന കോൺഗ്രസ്. ഇപ്പോ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്, തൃശ്ശൂരിൽ എന്താ ഇത്ര വലിയ സംഭവം നടന്നത്, അവിടെ വെടിക്കെട്ട് കുറച്ച് വൈകി, അതിനപ്പുറത്ത് വേറെ ഒന്നും നടന്നിട്ടില്ല. അവിടെ എങ്ങനെ പൂരം കലങ്ങിയിട്ടില്ല, വെടിക്കെട്ട് കുറച്ച് വൈകിട്ടേ ഉള്ളൂ. നമുക്ക് ഓർമ്മയുണ്ട്, കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ, 3-4 വർഷങ്ങൾക്ക് മുമ്പേ ശബരിമലയിൽ ആചാര ലംഘനത്തിന്റെ ആ സന്ദർഭത്തിൽ പിണറായി വിജയൻ പറഞ്ഞത്, ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചാൽ എന്താ കുഴപ്പം? അതേ പിണറായി വിജയനാണ് വെടിക്കെട്ട് അല്പം വൈകിയാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നത്. തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് തടഞ്ഞ, കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പ് തടസ്സപ്പെടുത്താനായിട്ട് ഗതാഗതം നിയന്ത്രിക്കാതിരുന്ന, തിരുവമ്പാടിയുടെ ഭഗവതിയുടെ എഴുന്നള്ളിപ്പും പഞ്ചവാദ്യവും തടസ്സപ്പെടുത്തിയ പിണറായി വിജയൻ ചോദിക്കുകയാണ്, ഞങ്ങൾ പൂരം നടത്തിയില്ലേ എന്ന്. ഹിന്ദു ആചാര അനുഷ്ഠാനങ്ങളോട് ഇത്രയേറെ അസഹിഷ്ണുതയുള്ള മറ്റൊരു ഭരണകൂടം കേരളത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഹിന്ദു ജനതയെ അവഹേളിക്കാൻ എന്തു ചെയ്യാൻ മടി കാണിക്കാത്ത ഒരു പാർട്ടിയും ഒരു ഭരണകൂടവുമാണ് ഇന്ന് കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗണപതി മിത്താണെന്ന് പറയുന്ന സ്പീക്കർ
ഭഗവാന്റെ വരാഹാവതാരത്തെ കാട്ടുപന്നിയോട് ഉപമിക്കുന്ന ജില്ലാ സെക്രട്ടറി, അങ്ങനെയുള്ളൊരു പാർട്ടിയാണ് CPM. ഹിന്ദു ആചാരങ്ങളെക്കുറിച്ച്, ഹിന്ദു വിശ്വാസങ്ങളെക്കുറിച്ച്, സനാതന ധർമ്മത്തെക്കുറിച്ച് ഇവർക്ക് എന്തറിയാം? നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൽപ്പാത്തി രഥോത്സവ കാലത്തിന് ഒരുങ്ങുന്ന കാലഘട്ടത്തിലാണ്. ക്ഷേത്ര ദർശനം സാധിക്കാത്തവരുടെ മുന്നിലേക്ക് ആരാധനാമൂർത്തി എത്തുന്നുവെന്നുള്ള സങ്കല്പം, ആ സങ്കല്പമാണ് ഓരോ രഥപ്രയാണത്തിൻ്റെയും കാതൽ. ഓരോ രഥവും ഒരു ക്ഷേത്രമാണ്. വിശാലാക്ഷി സമേത ശ്രീ വിശ്വനാഥ സ്വാമി, ആ ക്ഷേത്രത്തിന് മുന്നിൽ ദേവരഥങ്ങൾ സംഗമിക്കുമ്പോൾ ഓരോ ഭക്തനുമുണ്ടാകുന്ന ആത്മനിർവൃതി അതെന്താണെന്ന് നിരീശ്വരവാദികളായിട്ടുള്ള, നാസ്തികന്മാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. 41 ദിവസം വ്രതമെടുത്ത് കാനന പാത താണ്ടി ശബരിമലയിലെത്തി തൊഴുതു നിൽക്കുന്ന ഭക്തന്റെ വികാരം, ആ വികാരം പിണറായി വിജയന് മനസ്സിലാക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് പിണറായി വിജയൻ ഓരോ സീസണിലും ഓരോ പേര് പറഞ്ഞുകൊണ്ട്, കഴിഞ്ഞ തവണ നേരത്തെ അത് യുവതീ പ്രവേശനമായിരുന്നു, ഇത്തവണ അത് വെർച്വൽ ക്യൂ വേണോ അതോ സ്പോട്ട് ബുക്കിംഗ് വേണോ, അതിന്റെ പേരിലാണ് ശബരിമല തീർത്ഥാടനത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ മന്ത്രി എന്നുള്ള നിലയിലും പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യത്തിന്റെ ഭാഗമായിട്ടും യാത്ര ചെയ്യാനുള്ള അവസരമുണ്ടായിട്ടുണ്ട്. പക്ഷേ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇത്രയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഹിന്ദു ജനത കേരളത്തിലല്ലാതെ മറ്റെവിടെയും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഹിന്ദു സമൂഹം വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇത്രയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്ന സാഹചര്യം കേരളത്തിലല്ലാതെ വേറെ എവിടെയും ഉണ്ടായിട്ടില്ല. ഹിന്ദു സമൂഹത്തെ ശത്രുതയോടുകൂടി കാണുന്ന ഒരു ഭരണ സംവിധാനം, ഒരു പാർട്ടി, ആ പാർട്ടിക്കാണ് ശ്രീമാൻ പിണറായി വിജയൻ നേതൃത്വം നൽകുന്നത്. ഇസ്ലാമിക മത തീവ്രവാദത്തെ ഇത്രയേറെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള മറ്റൊരു സർക്കാരും കാണില്ല. കോൺഗ്രസും CPM-ഉം ഈ കാര്യത്തിൽ തമ്മിൽ മത്സരമാണ്. ഹിന്ദുക്കൾ എന്ന് പറയുന്നവർ അക്രമവും വിദ്വേഷവും അസത്യവും പ്രചരിപ്പിക്കുന്നവരാണ് എന്ന് ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞ ശ്രീ രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസിന്റെ നേതാവ്. ഇപ്പോ ആ നേതാവിന്റെ അനുയായിയാണെന്ന് പറയുന്ന ഇവിടുത്തെ പാലക്കാട്ടെ സ്ഥാനാർത്ഥി എല്ലാ ദിവസവും കുറിയൊക്കെ തൊട്ടിട്ടാണ് നടക്കുന്നത്. ഇത്രയും കാലം നമ്മളാരും ഈ പുള്ളിയെ കുറി തൊട്ടിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹം കുറി തൊട്ടിട്ടാണ് നടക്കുന്നത്. ഇന്നലെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞാനൊരു നെഹ്റുവിയനാണ് എന്നാണ്. എനിക്കറിയില്ല അദ്ദേഹം നെഹ്റുവിനെ കുറിച്ച് വല്ലതും മനസ്സിലാക്കിയിട്ടുണ്ടോ അതോ ഹിന്ദുത്വത്തെക്കുറിച്ച് വല്ലതും മനസ്സിലാക്കിയിട്ടുണ്ടോ. കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥി നെഹ്റുവിയനാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ, അത് ആത്മാർത്ഥമായിട്ടാണ് പറയുന്നതെങ്കിൽ, ക്ഷേത്രങ്ങൾ കയറിയിറങ്ങി ജനങ്ങളെ പറ്റിക്കുന്ന ഈ നാടകം അദ്ദേഹം അവസാനിപ്പിക്കണം. കാരണം ജവഹർലാൽ നെഹ്റു ഒന്നാം തരം നാസ്തികനായിരുന്നു. ആ നാസ്തികന്റെ പിന്തുടർച്ചയാണ്, അദ്ദേഹത്തിന്റെ അനുയായിയാണ് ഇവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണെങ്കിൽ അദ്ദേഹം ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ കുറിതൊട്ട് നടക്കുന്ന പരിപാടി, ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ക്ഷേത്രങ്ങൾ കയറിയിറങ്ങുന്ന പരിപാടി, ആ കയറിയിറങ്ങുന്ന പരിപാടി അവസാനിപ്പിക്കണം. അതുകൊണ്ട് പാലക്കാട്ടെ അമ്മമാരോടും സഹോദരിമാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുടുംബങ്ങൾ സുരക്ഷിതമായിരിക്കണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വോട്ട് ചെയ്യണം. കാരണം നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം ഒരു രാത്രി കൊണ്ട് 2 പെൺകുഞ്ഞുങ്ങളുള്ള പത്തനംതിട്ടയിലെ നവീൻ ബാബുവിന്റെ കുടുംബം എങ്ങനെ അനാഥരായി എന്നുള്ളത്. ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാണിച്ച, അവരുടെ ചൊൽപ്പടിക്ക് വഴങ്ങാത്തതിന്റെ പേരിൽ കാണിച്ച അവരുടെ നടപടികളുടെ ഫലമായിട്ട് എങ്ങനെ ഒരു കുടുംബം അനാഥമായി എന്നുള്ളത്. പത്തനംതിട്ടയിൽ പോയി ആ കുടുംബത്തെ മുഴുവൻ കണ്ടിട്ടുള്ള ഒരാളാണ്. പക്ഷേ വാളുകൊണ്ടും നാവുകൊണ്ടും മനുഷ്യരെ അരിഞ്ഞു വീഴ്ത്തുന്ന ഈ പാർട്ടി, ആ മനുഷ്യരെ അങ്ങനെ അരിഞ്ഞു വീഴ്ത്തുന്ന ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന പാർട്ടിയാണ്. TP ചന്ദ്രശേഖരനെ 58 വെട്ടുവെട്ടി കൊന്ന ആളുകളെ മുടക്കോഴി മലയിലാണ് സംരക്ഷിച്ചതെങ്കിൽ, ഈ നവീൻ ബാബുവിനെ നാവുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തിയ ഈ PP ദിവ്യ എന്ന് പറയുന്ന പാവം ദിവ്യയെ ഏത് ഗ്രാമത്തിലാണ്, പാർട്ടി ഗ്രാമത്തിലാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് നാളെ പുറത്തു വരും, യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഈ തരത്തിൽ മത തീവ്രവാദികൾ,
2022 നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനിവാസനെ മതതീവ്രവാദികൾ അരുകുറ ചെയ്ത മണ്ണാണ് ഈ പാലക്കാട്. അവസാനം CPM-ന്റെ തണലിൽ തഴച്ചു വളർന്ന ഈ മതതീവ്രവാദികളെ അവരെ അറസ്റ്റ് ചെയ്യാൻ അവസാനം ദേശീയ അന്വേഷണ ഏജൻസി വരേണ്ടി വന്നു. അതുകൊണ്ട് മതതീവ്രവാദത്തെ എന്നും സംരക്ഷിച്ചു നിർത്താൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് നിങ്ങൾ കരുതരുത്. അതുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ ഇറച്ചിക്കടക്ക് മുന്നിൽ നിൽക്കുന്ന പട്ടികൾ എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവ് വിശേഷിപ്പിച്ചത്. ഡൽഹിയിൽ നരേന്ദ്രമോദിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ക്ലാസ് എടുക്കുന്നവരാണ് ഈ ആളുകൾ. മാത്രമല്ല, വേറൊരു വലിയ നേതാവ്, ഒരു മുൻ MLA, അദ്ദേഹത്തോട് ഉപതെരഞ്ഞെടുപ്പ് തീരുന്നത് വരെ വിദേശത്തേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞിരിക്കുക. കാരണം എന്താ? അദ്ദേഹത്തെ അകലെ കണ്ടാൽ പോലും സ്ത്രീകൾ ഓടി രക്ഷപ്പെടുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് കരുവന്നൂര് മുതൽ കണ്ണാടി വരെ പാവപ്പെട്ട നിക്ഷേപകരുടെ പണം തട്ടിയെടുക്കുന്ന ഈ കൊള്ള സംഘം, ഈ നാട്ടിലെ നിരപരാധികളുടെ ജീവൻ എടുക്കുന്ന ഈ സംഘം, ഈ കൊള്ള സംഘത്തിന്റെ ഭരണം, ആ ഭരണത്തിനെതിരായിട്ടുള്ള വിധിയെടുത്താവണം ഈ തെരഞ്ഞെടുപ്പ്. സഹകരണാത്മക പ്രതിപക്ഷത്തിന്, ആ പ്രതിപക്ഷത്തിന് മേൽ നീതിക്കായിട്ട്, പൗരാവകാശങ്ങൾക്കായിട്ട് കേരളം നിയമസഭയിൽ ശബ്ദമുയർത്താൻ, അതിനു വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന C. കൃഷ്ണകുമാറിനെ വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട്, നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയം അത് ഏറെക്കാലം തടഞ്ഞു നിർത്താനാവില്ല. ആ ശബ്ദം കേരളത്തിന്റെ നിയമസഭയിൽ എത്തിക്കാൻ ഈ ശ്രീധരൻ സാറിനെ കഴിഞ്ഞ തവണ ഇവർ ഒരുമിച്ച് നിന്ന് തടഞ്ഞിരുന്നുവെങ്കിൽ, ഈ തവണ പാലക്കാട്ട് ജനങ്ങൾ അന്നുണ്ടായിട്ടുള്ള വഞ്ചനയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് ഈ തവണ വികസനത്തിന്റെ രാഷ്ട്രീയം കേരളത്തിന്റെ നിയമസഭയിൽ മുടങ്ങുമെന്ന് ഉറപ്പുവരുത്താനായിട്ട് താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.